നമ്മുടെ ഈ ഒരു ലോകത്ത് മനുഷ്യൻ്റെ ഉത്ഭവത്തിന് ശേഷം പല കാലഘട്ടങ്ങളിലായി ഒരുപാട് വലിയ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ വ്യത്യസ്തമായ ചിന്തകളിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്ന പല മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഓരോ കണ്ടുപിടുത്തത്തിൻ്റെ പിറകിലും ഓരോ വ്യത്യസ്തമായ കാരണമുണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. അതുപോലെ നമ്മൾ ദിവസവും കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പല വസ്തുക്കൾക്കും നമ്മൾ അറിയാത്ത പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനെ നമ്മൾ ദിവസവും കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വസ്തുക്കളുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും അതിൻ്റെ കണ്ടുപിടുത്ത കഥകളും അതിനകത്തെ സയൻസുമാണ് ഈ ചാനൽ വഴി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാനും കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മളെല്ലാവരും പ്രായഭേദമന്യേ ഇഷ്ടപ്പെടുന്ന ഒരു സാധനങ്ങളിലൊന്നാണ് ഈ ബലൂൺ എന്ന് പറയുന്നത്, അല്ലേ? ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്നത് പല രൂപത്തിലും നിറത്തിലുമുള്ള ബലൂണുകൾ തന്നെയായിരിക്കും. നമ്മൾ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഇത്തരം ബലൂണുകൾ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് നമ്മൾ പോകാറുണ്ട് എന്നത് മറ്റൊരു സത്യം. നിങ്ങളിൽ ആരെങ്കിലും ഇന്നേ വരെ ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും ഈ ബലൂണുകൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ഇടയായ സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്നിവ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ കാണുന്ന ബലൂണുകൾ റബ്ബറും ലാറ്റക്സും അതുപോലെ മറ്റു ചില രാസവസ്തുക്കളും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ബലൂണിൻ്റെ ചരിത്രം തുടങ്ങുന്നത് റബ്ബറിൽ നിന്നോ ലാറ്റക്സിൽ നിന്നോ അല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബലൂണുകളുടെ ചരിത്രം തുടങ്ങുന്നത് കാട്ടിൽ നിന്നും വേട്ടയാടി പിടിച്ചു കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ മൂത്രസഞ്ചിയിൽ നിന്നും കുടലിൽ നിന്നുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? എന്നാൽ പല പുരാതന കഥകളിൽ മൃഗങ്ങളുടെ മൂത്രസഞ്ചിയിൽ വെള്ളം നിറച്ച് കളിപ്പാവകൾ നിർമ്മിച്ച കാര്യം പല കഥകളിലും പരാമർശിച്ചിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ കവലകളിലൊക്കെ ആളുകളെ രസിപ്പിക്കാനായി വിദൂഷകന്മാരും കോമാളികളും കാട്ടിൽ നിന്നും വേട്ടയാടി കൊണ്ടുവന്ന് കൊന്ന മൃഗങ്ങളുടെ മൂത്രസഞ്ചിയും കുടലുകളും ഊതി വീർപ്പിക്കുമായിരുന്നത്രേ. ഇവ ഊതി വീർത്ത് വരുമ്പോൾ ചിലപ്പോൾ ഊതിയ ആൾ പോലും ഉദ്ദേശിക്കാത്ത ചില രൂപങ്ങളായിരിക്കും ഉണ്ടായി വരിക. അവ വീർത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങൾ കാണാൻ ആളുകൾ ചുറ്റുപാടും കൗതുകത്തോടെ നോക്കി നിൽക്കാറുമുണ്ടെന്നും പറയപ്പെടുന്നു. യൂറോപ്പിലെ അസ്ടെക് വംശജരാണ് ആദ്യമായി മൃഗങ്ങളുടെ കുടലുകൾ ഊതി വീർപ്പിച്ച് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പല തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പണ്ടുകാലത്ത് ദേവപ്രീതിക്കായി ബലി കൊടുക്കുന്ന മൃഗങ്ങളുടെ കുടലുകൾ ആയിരുന്നു ആദ്യമൊക്കെ ഇത്തരം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇത്തരം കാര്യങ്ങൾ ആളുകൾക്ക് കൗതുകം കൂടി വന്നപ്പോൾ മനുഷ്യരുടെ മൃതദേഹങ്ങളിൽ നിന്നും വരെ കുടലുകൾ എടുത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ആവശ്യത്തിനുള്ള മൃതദേഹങ്ങൾ കിട്ടാതെ ആയപ്പോൾ മനുഷ്യരെ ദേവപ്രീതിയുടെ പേരിൽ ബലി കൊടുക്കാൻ വരെ അവർ തയ്യാറായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ലക്ഷ്യം ഇതായിരുന്നു: കുടൽമാലകൾ കിട്ടുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. നായ, കഴുത തുടങ്ങിയ മൃഗങ്ങളുടെ രൂപങ്ങളാണ് അന്നത്തെ കാലത്ത് കൂടുതലായും ഇത്തരം കുടൽമാലകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതെന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യർ പ്രത്യേകതരം ഒരു സന്തോഷം കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനോട് ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഇവയൊക്കെ. ഇങ്ങനെ ജീവികളുടെ കുടലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പല രൂപങ്ങളും വലിയ രീതിയിലുള്ള ആഘോഷമാക്കി അസ്ടെക് പിരമിഡിന് മുകളിൽ കൊണ്ടുപോയി സൂര്യനെ പ്രീതിപ്പെടുത്താനായി അതിൻ്റെ മുകളിൽ വച്ചു തന്നെ കത്തിച്ചു കളയുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന കൂറ്റൻ ബലൂണുകൾ പോലെയുള്ള പാരച്യൂട്ടുകളും അതുപോലെ ആകാശ കപ്പലുകളും ഉപയോഗിച്ച് ആകാശത്ത് കൂടി പറക്കുന്ന ടെക്നോളജിയുടെ തുടക്കം പക്ഷേ വളരെ യാദൃച്ഛികമായിരുന്നു. 1783 കാലഘട്ടത്തിൽ ഫ്രഞ്ച് സഹോദരന്മാരായ ജാക്വിസ് എറ്റീനും
ജോസഫ് മൈക്കിൾ മോണ്ട് ഗോൾഫിയറുമാണ് ഇങ്ങനെയൊരു കൺസെപ്റ്റ് ലോകത്തിന് മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ചത്. ഒരിക്കൽ അടുപ്പിൽ നിന്ന് പുക മുകളിലോട്ട് പോകുന്നത് കണ്ടപ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള കൗതുകം കൂടിക്കൂടി വന്നു. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എന്ന് അദ്ദേഹം സഹോദരനോട് ചോദിച്ചു. ചിലപ്പോൾ ചൂടുള്ള വായുവിന് തണുത്ത വായുവിനേക്കാൾ ഭാരം കുറവായിരിക്കും എന്നും തണുത്ത വായു ചൂടുള്ള വായുവിനെ മുകളിലോട്ട് തള്ളുന്നത് കൊണ്ടായിരിക്കാം പുക മുകളിലോട്ട് പോകുന്നതെന്നും രണ്ടാമത്തെ സഹോദരൻ വിശദീകരണം നൽകി. അങ്ങനെയാണെങ്കിൽ ഒരു ബാഗിൽ ചൂടുവായു നിറച്ചാൽ അത് മുകളിലോട്ട് ഉയർന്നു പോകുമോ എന്നുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് രണ്ടുപേരുടെയും മനസ്സിൽ വന്നു. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റി എന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ചതെങ്കിൽ ബലൂണിൻ്റെ കാര്യത്തിൽ ഇരു സഹോദരങ്ങളുടെയും മനസ്സിൽ തോന്നിയ ഈ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമായാണ് അവർ ഇത്തരം ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ അവർ പ്രാക്ടിക്കലായി അത് ചെയ്തു നോക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 35 അടിയുള്ള ഒരു ബാഗ് നിർമ്മിച്ച് അതിൽ കൽക്കരി കത്തിച്ചു വച്ചായിരുന്നു പരീക്ഷണം. വായുവിന് ചൂട് പിടിച്ചതോടെ ബാഗ് ആകാശത്തേക്ക് പതിയെ പതിയെ ഉയരാൻ തുടങ്ങി. ഈ വാർത്ത ഫ്രാൻസിൽ കാട്ടുതീ പോലെ പരന്നു. അങ്ങനെ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം പാരീസിൽ അവർക്ക് വീണ്ടും തങ്ങളുടെ പരീക്ഷണം നടത്തേണ്ടി വന്നു. കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോണ്ട് ഗോൾഫിയർ സഹോദരന്മാരുടെ അത്ഭുത ബലൂൺ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ആദ്യമായി നിർമ്മിച്ചതും ഒരു ഫ്രഞ്ചുകാരനാണ്. ഭൗതിക ശാസ്ത്രജ്ഞനും രസതന്ത്രജ്ഞനും വ്യോമശാസ്ത്രജ്ഞനുമായ ജാക്കിസ് അലക്സാണ്ടർ സെസാർ ചാൾസ്. ഈ പേര് കേട്ട് ഞെട്ടണ്ട, നമ്മൾ സ്കൂളുകളിൽ പഠിച്ച ചാൾസ് നിയമം അത് ഇദ്ദേഹത്തിൻ്റെതാണ്. ഈ ഒരു ലോയിൽ അദ്ദേഹം പറയുന്നത് ഒരു ഗ്യാസിനെ സ്ഥിരമായി പ്രഷറിൽ ചൂടാക്കുമ്പോൾ അതിൻ്റെ വോളിയം കൂടുന്നു, അതുപോലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. ഇതാണ് ഈ ഒരു ലോയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരു ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിച്ച് 43 കിലോമീറ്റർ വെറും 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു എന്നും പറയപ്പെടുന്നു. സഹോദരന്മാരുടെ കണ്ടുപിടുത്തത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. ഫ്രാൻസിലും അമേരിക്കയിലും ഇത്തരം കൂറ്റൻ ബലൂണുകൾ ഫേമസ് ആയതോടെ അന്നത്തെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിവരെ ഇത്തരം കൂറ്റൻ ബലൂണുകൾ ഉപയോഗിച്ചിരുന്നു. സൈന്യം വ്യോമ നിരീക്ഷണത്തിനായി ഇവ ഉപയോഗിക്കാൻ തുടങ്ങി. 1870-71 നടന്ന ഫ്രഞ്ച് പ്രഷ്യൻ യുദ്ധത്തിൽ ഇരുപക്ഷത്തെ സൈന്യവും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ബലൂണുകൾ ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. 2 ലോകമഹായുദ്ധങ്ങളിലും ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ഇത്തരത്തിലുള്ള ബലൂണുകൾ ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. റബ്ബറിൻ്റെ വരവോടെയാണ് ബലൂണുകൾ കൂടുതൽ പ്രശസ്തി ആർജിച്ചത്. 1824 പ്രമുഖ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മൈക്കിൾ ഫാരഡെയാണ് ആദ്യത്തെ റബ്ബർ ബലൂൺ നിർമ്മിച്ചത്. ഹൈഡ്രജൻ നിറച്ച ഈ ബലൂൺ തൻ്റെ പരീക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത്. ഇത് നിർമ്മിച്ച ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 2 റബ്ബർ ഷീറ്റുകൾ ചേർത്ത് വെച്ച് വക്കുകൾ കൂട്ടിച്ചേർത്ത് അതിനുള്ളിൽ ഹൈഡ്രജൻ നിറച്ചാണ് അന്ന് ആ ബലൂൺ നിർമ്മിച്ചത്. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ട ബലൂൺ അടുത്ത വർഷം 1825 തന്നെ ഉണ്ടായി. റബ്ബർ വ്യാപാരിയായ തോമസ് ഹാൻകോക്കാണ് ആദ്യത്തെ കളിപ്പാട്ട ബലൂൺ നിർമ്മിച്ചത്. അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ബാധിക്കാത്ത തരത്തിലുള്ള ബലൂണുകളും നിർമ്മിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ബലൂണുകൾ ഉണ്ടായത്. ഈ ബലൂണുകൾ എന്നത് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു നിസ്സാര കളിപ്പാട്ടമാണെങ്കിൽ പോലും അതിൻ്റെ പിറകിൽ ഇത്രയും വലിയ ഒരു ചരിത്രമുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരം കണ്ടുപിടുത്ത കഥകളും അതിൻ്റെ ഹിസ്റ്ററിയും സയൻസും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു കണ്ടുപിടുത്ത കഥയുമായി വരുന്നതുവരെ ഇറ്റ്സ് മീ വിജയ് സൈനിങ് ഓഫ്.